ബി.ജെ.പിയുടെ അതേ ഭാഷയിലാണ് സി.പി.ഐ.എം പറയുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. എ.കെ. ബാലന്റെ പരാമർശം നാട്ടിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ. പ്രസ്താവന മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് അധികാരത്തിൽ വരും എന്നതിൽ തർക്കമില്ല. അതിനുള്ള നല്ല ഉണർവ് ക്യാമ്പിൽ ഉണ്ടായി. പ്രതീക്ഷ നിർഭരമായ അവസ്ഥയാണ് യു.ഡി.എഫിനുള്ളത്. 10 വർഷത്തെ ഭരണം മാറണം എന്നതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. വൈകാതെ തന്നെ സീറ്റ് ചർച്ചകൾ ആരംഭിക്കും. ഘടകകക്ഷികളുമായും ചർച്ച ആരംഭിക്കും. 13, 14 തീയതികളിൽ സ്ക്രീനിംഗ് കമ്മിറ്റി ചേരും. ആര് മത്സരിക്കും എന്നതിൽ പാർട്ടിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. നിലവിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ആരും സ്വയം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കരുത് എന്ന് ക്യാമ്പിൽ തന്നെ തീരുമാനിച്ചിരുന്നു. ഒരു അസ്വാരസ്യവും ഇല്ലാതെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല കേസ് അന്വേഷണം സി.പി.ഐ.എമ്മിനെയാണ് ഏറ്റവും അധികം വെട്ടിലാക്കിയത്. ഇനിയും ശബരിമലയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരും. അന്തർദേശീയ ബന്ധങ്ങൾ പുറത്തുവരും. അതുകൊണ്ടാണ് സി.ബി.ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത്. വിദേശ വ്യവസായി നൽകിയ വിവരം ഞെട്ടിപ്പിക്കുന്നതാണ്. ആ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. എസ്.ഐ.ടിയുടെ പരിമിതമായ അന്വേഷണ പരിധി കാരണമാണ് മുന്നോട്ടു പോകാൻ സാധിക്കാത്തത്. ഇത്തരം സംഭവങ്ങൾ അന്വേഷിക്കാൻ സംസ്ഥാനത്തെ എസ്.ഐ.ടിക്ക് പരിമിതികളുണ്ട്. ഇത് അന്വേഷിക്കണമെങ്കിൽ സി.ബി.ഐ പോലുള്ള ഏജൻസി വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.